ഈ വീഡിയോയിൽ ഈ ഇയറിലുള്ള ബെസ്റ്റ് റൂം ഹീറ്റേഴ്സിനെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാർക്കറ്റിൽ കുറെ മോഡൽസ് ഉണ്ട്, പക്ഷെ അതിൽ കൂടുതൽ റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് ഉള്ള ടോപ്പ് ഹീറ്റേഴ്സിനെ എടുത്ത് ഞാൻ റിയൽ ടൈം ടെസ്റ്റ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോവാണ്. ലൈക്ക് റൂം എത്ര ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് ആവുന്നുണ്ട്, ഹീറ്റ് ആവുമ്പോൾ എത്ര നോയ്സ് വരും, അങ്ങനെ തന്നെ ഹീറ്റ് ആവുമ്പോൾ പുറത്തുള്ള ബോഡി എത്ര ഹീറ്റ് ആവുന്നുണ്ട്, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് എടുത്ത് റിവ്യൂ ചെയ്ത് ഫൈനലായിട്ട് നിങ്ങൾക്ക് ഏത് ബെസ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ എൻഡ് വരെ കാണുക. ഞാൻ മേടിച്ച ടോപ്പ് ബ്രാൻഡ്സ് എന്താന്ന് വെച്ചാൽ ബജാജ്, ക്രോംപ്ടൺ, ഓറിയന്റ്, ഓർപെറ്റ് ആൻഡ് ഹാവൽസ്. ഇതിന്റെ ഫീച്ചേഴ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഹീറ്റേഴ്സിൽ എത്ര ടൈപ്സ് ഉണ്ടെന്ന് നോക്കാം. ഹീറ്റേഴ്സ് മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ്. ഫസ്റ്റ്, ഇൻഫ്രാറെഡ് ഹീറ്റേഴ്സ്. ഈ ഹീറ്റേഴ്സ് ഇൻഫ്രാറെഡ് റേസ് ഓർ ഹാലജൻ റോഡ്സ് യൂസ് ചെയ്ത് ഹീറ്റിനെ ജനറേറ്റ് ചെയ്യും. മെയിൻലി ഇതിന്റെ അടുത്തിരിക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് ഹീറ്റ് ചെയ്യാൻ ഇത് വളരെ യൂസ് ആവും. പക്ഷെ റൂം മുഴുവനും ഹീറ്റ് ചെയ്യത്തില്ല, ഓൺലി ഇതിന്റെ അടുത്തിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യൂസ് ആവത്തുള്ളൂ. സ്റ്റഡി ഡെസ്ക്, സ്മോൾ കോർണർ ഏരിയാസ് ഓർ സിംഗിൾ ബെഡ് ഏരിയന്റെ അടുത്ത് യൂസ് ആവും. ഇതിന്റെ പവർ കൺസംഷൻ കുറവാണ് ആൻഡ് ഇതിന്റെ പ്രൈസും ബിലോ 1000 rupees കിട്ടും. സെക്കൻഡ്, കൺവെക്ഷണൽ ഹീറ്റേഴ്സ്. ഈ ടൈപ്പാണ് മാർക്കറ്റിൽ കോമൺ ആയിട്ട് കിട്ടുന്നത്. കൺവെക്ഷൻ ഹീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അകത്തൊരു ഹീറ്റിംഗ് കോയിൽ ആൻഡ് ഫാന് കാണും. കോയിൽ ഹീറ്റ് ആവുമ്പോൾ അകത്തുള്ള ഫാൻ ആ ഹീറ്റിനെ ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യും. സോ റൂം പെട്ടെന്ന് ഹീറ്റ് ആവും, പക്ഷെ നോയ്സ് വരും. അങ്ങനെ തന്നെ എയർ ഡ്രൈ ആവാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ ഇൻസ്റ്റന്റ് റൂം ഹീറ്റിംഗിന് വേണ്ടി ഇത് ബെസ്റ്റ് ചോയ്സ് ആണെന്ന് പറയാം. ഈ മോഡൽ ഹീറ്റേഴ്സ് നമുക്ക് 1000 to 3000 പ്രൈസ് റേഞ്ചിൽ കിട്ടും. തേർഡ്, റീസെന്റ് അഡ്വാൻസ്മെന്റ് ഉള്ള ഓയിൽ ഫിൽഡ് റേഡിയേറ്റേഴ്സ്. ഈ ഹീറ്റേഴ്സിൽ ഓയിൽ ഫിൽഡ് മെറ്റൽ ഫിൻസ് കാണും. ഇലക്ട്രിസിറ്റി കാരണം ഈ ഓയിൽ ഹീറ്റായി ഫിൻസ് കാരണം ആ ഹീറ്റ് സ്പ്രെഡ് ആവും. പക്ഷേ ഇതിൽ ഹീറ്റിംഗ് പ്രോസസ് വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ആവും. പക്ഷെ ഒരു പ്രാവശ്യം റൂം ഹീറ്റ് ആയാൽ കുറെ നേരം ഹീറ്റിനെ ഹോൾഡ് ചെയ്യും. ഈവൻ പവർ ഓഫ് ആയാലും റൂമിനെ 3 to 4 hours വരെ ഹീറ്റ് ആയിട്ട് വെക്കും. പക്ഷേ ഇതിന്റെ സൈസ് ആൻഡ് കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. ഇതിന്റെ പ്രൈസ് അറൌണ്ട് 7000 തൊട്ട് 15000 വരെ കാണും. ഇത് യൂസ് ചെയ്താലും റൂമിലുള്ള മോയ്സ്ചറിനെ ഇത് റിറ്റെയിൻ ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ ഓൺലി കൺവെക്ഷൻ ബേസ്ഡ് റൂം ഹീറ്റേഴ്സിന് മാത്രം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. എന്താന്ന് വെച്ചാൽ ഇത് മോസ്റ്റ്ലി ഹോം പർപ്പസ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം ഹീറ്റേഴ്സ് ആണ്. ഈ പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് അറൌണ്ട് 2000 rupees കിട്ടും. പക്ഷെ ഹാവൽസ് മാത്രം അറൌണ്ട് 3500 rupees ആണ്. ഫസ്റ്റ്, ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഹീറ്റേഴ്സിലും 1000 തൊട്ട് 2000 വാട്ട്സ് വരെ ഡ്യുവൽ സെറ്റിംഗ് കൊണ്ടാണ് വരുന്നത്. നിങ്ങൾക്ക് മൈൽഡ് ഹീറ്റിംഗ് വേണമെങ്കിൽ 1000 വാട്ട്സിൽ ആൻഡ് ഫുൾ ഹീറ്റിംഗ് വേണമെങ്കിൽ 2000 വാട്ട്സിൽ വെച്ച് യൂസ് ചെയ്യണം. നെക്സ്റ്റ്, ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് നോക്കിയാൽ ക്രോംപ്ടൺ, ഓറിയന്റ് ആൻഡ് ഓർപെറ്റ് ഈസി ടു മൂവ് ടൈപ്പ് ഡിസൈനിങ് കൊണ്ടാണ് വരുന്നത്. ഇനി ഓറിയന്റ് ആൻഡ് ഓർപെറ്റിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കൊള്ളാം, പക്ഷെ ക്രോംപ്ടണിന്റെ ക്വാളിറ്റിയിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ബജാജ് അയൺ ബോഡി മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്, പക്ഷെ കാണാൻ ഓൾഡ് ട്രഡീഷണൽ മോഡൽ പോലെയുണ്ട്. ആൻഡ് ഹാവൽസ് നല്ല പ്ലാസ്റ്റിക് ആൻഡ് സ്മൂത്ത് ഫിനിഷിംഗ് കാരണം നല്ല പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഈ 3 ഹീറ്റേഴ്സിന് ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലോട്ട് കൊണ്ടുപോകാൻ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ബജാജിൽ സൈഡ് ഗ്രിപ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഓർപെറ്റിൽ എങ്ങനത്തെ ഹാൻഡിൽസും ഇല്ല. ക്രോംപ്ടൺ ആൻഡ് ഓറിയന്റ് ഈ 2 ഹീറ്റേഴ്സിനെയും വെർട്ടിക്കൽ ആൻഡ് ഹോറിസോണ്ടലിൽ വെച്ച് യൂസ് ചെയ്യാം. സോ സ്പേസ് അഡ്ജസ്റ്റ്മെന്റ്സ് വേണമെങ്കിൽ ഇത് ബെസ്റ്റ് ചോയ്സ് ആണെന്ന് പറയാം. പക്ഷെ ബജാജ്, ഓർപെറ്റ് ആൻഡ് ഹാവൽസ് ഇത് ഓൺലി ഹോറിസോണ്ടലിൽ വെച്ച് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ വെയിറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാം അറൌണ്ട് 1 to 2 kgs വെയിറ്റേ ഉള്ളൂ. പക്ഷെ ബജാജ് ആൻഡ് ഹാവൽസ് കാണാൻ ബൾക്കിയാണ് ആൻഡ് വെയിറ്റും കൂടുതലാണ്. ഇപ്പൊ ഇതിന്റെ കോർഡ് ലെങ്ത് കണ്ടാൽ ഹാവൽസ് ആൻഡ് ബജാജ് അബവ് 1.5 meter ലെങ്ത് ഉണ്ട്, ബാക്കിയെല്ലാം അബവ് 1 meter ലെങ്ത് ഉണ്ട്. അത്രയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ്, ഇതിന്റെ പ്ലഗ്സിനെ കുറിച്ച് നോക്കിയാൽ എല്ലാവരും തെറ്റയുന്നത് ഇവിടെയാണ്. എല്ലാ ഹീറ്റേഴ്സിനെ 16A പ്ലഗ് ഉറപ്പായിട്ട് വേണം. ഒരു പക്ഷെ സ്മോൾ സോക്കറ്റ് പ്ലഗ്സിൽ വെച്ചാൽ പ്ലഗ്സ് മെൽറ്റ് ആവും, അല്ലെങ്കിൽ വയർ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഹാവൽസിൽ ഈ ഇഷ്യൂനെ പറ്റി കുറെ പേര് റിവ്യൂസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള നോബ്സിനെ കണ്ട ക്രോംപ്ടൺ, ഓറിയന്റ്, ഓർപെറ്റ് ആൻഡ് ഹാവൽസ് ഇതെല്ലാം 2 നോബ്സ് കൊണ്ടാണ് വരുന്നത്. ഈ പവർ നോബിനെ യൂസ് ചെയ്ത് ഫാനിനെ 1000 വാട്ട്സ് അല്ലെങ്കിൽ 2000 വാട്ട്സിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ ടെമ്പറേച്ചർ നോബ് കൊണ്ട് മാനുവൽ ആയിട്ട് ഫൈൻ ട്യൂൺ ചെയ്യാം. ഇനി ബജാജിൽ നോബ്സ് അല്ലാതെ റെഗുലർ പവർ സ്വിച്ചസ് പോലെ വരുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി കുറച്ച് കുറവാണെന്ന് പറയാം. ഹാവൽസ് ആൻഡ് ഓറിയന്റിൽ ഓൺ ആവുമ്പോൾ അറിയാൻ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, പക്ഷെ വേറെ ഹീറ്റേഴ്സിൽ ഇങ്ങനത്തെ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല. എല്ലാ ഹീറ്റേഴ്സിൽ ഗ്രിൽസിനെ ഒബ്സർവ് ചെയ്താൽ ബജാജ് ആൻഡ് ഓറിയന്റിൽ അയൺ ഗ്രിൽസ് ഉണ്ട്. ക്രോംപ്ടൺ, ഓർപെറ്റ് ആൻഡ് ഹാവൽസ് ഈ 3
പ്ലാസ്റ്റിക് ഗ്രിൽസ് കൊണ്ടാണ് വരുന്നത്. ഇതിൽ ക്രോംപ്ടണിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്ര കൊള്ളത്തില്ല. ഇനി ഹാവൽസിന്റെ ഗ്രിൽസ് ആണെങ്കിൽ ഇങ്ങനെ മൂവ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ മോട്ടോർ ക്വാളിറ്റി കണ്ട എല്ലാ മോട്ടോഴ്സും 100% കോപ്പർ മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്. സോ ഇത് കാരണം എല്ലാം ലോങ് ലൈഫ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് വർക്കാവും. ഇനി സേഫ്റ്റിന് വേണ്ടി എല്ലാം ഓട്ടോ കട്ട് ഓഫ് ഫീച്ചർ കൊണ്ടാണ് വരുന്നത്. ഒരു പക്ഷെ ഓവർ ഹീറ്റ് ആയാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഹീറ്റേഴ്സ് ഓഫ് ആവും. ഇതിന്റെ വാറന്റി എത്രയാണെന്ന് നോക്കിയാൽ ബജാജ് ആൻഡ് ഓർബിറ്റ് അറൌണ്ട് 2 years വാറന്റി കൊണ്ടാണ് വരുന്നത്. പക്ഷെ ഹാവൽസ്, ക്രോംപ്ടൺ ആൻഡ് ഓറിയന്റ് ആണെങ്കിൽ ഓൺലി 1 year വാറന്റിയേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് വിന്റർ ഉള്ള 3 months ആയതുകൊണ്ട് കൂടുതൽ വാറന്റി ഉള്ളത് എടുക്കാൻ നല്ലതാണെന്ന് എന്റെ ഒപ്പീനിയൻ. ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചറിനെ ചെക്ക് ചെയ്യാം. ഇത് 25.5 degrees ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ബജാജ് ഹീറ്റർ വെച്ച് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ മാക്സിമം ടെമ്പറേച്ചറിനെ വെച്ച് സ്വിച്ച് ഓൺ ചെയ്തു. 5 minutes കഴിഞ്ഞിട്ട് നോക്കിയാൽ 3 feet ഡിസ്റ്റൻസിൽ അറൌണ്ട് 28 degrees കാണിക്കുക. ഈ 10 feet ഡിസ്റ്റൻസിൽ ചെക്ക് ചെയ്ത 27.9 degrees കാണിക്കുക. ഇപ്പൊ ക്രോംപ്ടൺ ഹീറ്ററിൽ മാക്സിമം ടെമ്പറേച്ചറിനെ വെച്ച് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാം. 5 minutes കഴിഞ്ഞിട്ട് നോക്കിയാൽ 3 feet ഡിസ്റ്റൻസിൽ 30.6 degrees കാണിക്കുക. ഇനി 10 feet ഡിസ്റ്റൻസിൽ 27.9 degrees കാണിക്കുക. ഇപ്പൊ ഓറിയന്റ് ഹീറ്ററിനെ ടെസ്റ്റ് ചെയ്യാം. 3 feet ഡിസ്റ്റൻസിൽ 28.8 degrees ആണെങ്കിൽ 10 feet ഡിസ്റ്റൻസിൽ 28.3 degrees കാണിക്കുക. നെക്സ്റ്റ് ഓർബിറ്റ് ഹീറ്ററിനെ ടെസ്റ്റ് ചെയ്ത 5 minutes കഴിഞ്ഞിട്ട് നോക്കിയാൽ 3 feet ഡിസ്റ്റൻസിൽ 37.4 degrees കാണിക്കുക. ഇനി 10 feet ഡിസ്റ്റൻസിൽ 28.5 degrees ഉണ്ട്. ഇപ്പൊ ഹാവൽസിനെ ടെസ്റ്റ് ചെയ്ത 3 feet ഡിസ്റ്റൻസിൽ 35.9 degrees ഉണ്ടെങ്കിൽ 10 feet ഡിസ്റ്റൻസിൽ 27.6 degrees കാണിക്കുക. സോ ഫൈനൽ ആയിട്ട് ഈ റിസൾട്ട്സ് എല്ലാം ചെക്ക് ചെയ്താൽ ഓർബിറ്റ് ആൻഡ് ഹാവൽസ് റൂമിനെ പെട്ടെന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓറിയന്റ് ആൻഡ് ബജാജ് ഹീറ്റേഴ്സും കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ ക്രോംപ്ടൺ ആണെങ്കിൽ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഹീറ്റർ വൈബ്രേറ്റ് ആയി കംപ്ലീറ്റ് ആയിട്ട് മൂവ് ആവുന്നുണ്ട്. ഈ കൺവെക്ഷൻ ഹീറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ റൂം പെട്ടെന്ന് ഹീറ്റ് ആവാൻ വേണ്ടി ഹീറ്റർ റൂമിലുള്ള മോയ്സ്ചർ മുഴുവനും അബ്സോർബ് ചെയ്യും. സോ റൂം ഡ്രൈ ആവാതിരിക്കാൻ ഹീറ്റർ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബൗളിൽ വാട്ടർ എടുത്ത് ഹീറ്ററിന്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യണം. ആൻഡ് ഹീറ്റേഴ്സ് ഓൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ് ചെയ്യരുത്. ഡോർസ് ആൻഡ് വിൻഡോസ് കുറച്ചെങ്കിലും ഓപ്പൺ ചെയ്ത് വെക്കണം, ഓക്സിജൻ ലെവൽ ബാലൻസ് ആവാൻ. നെക്സ്റ്റ് നോയ്സ് ടെസ്റ്റ്. ഈ ഹീറ്റേഴ്സ് എല്ലാം റൺ ആവുമ്പോൾ നോയ്സ് എത്ര പ്രൊഡ്യൂസ് ആവുമെന്ന് നോക്കിയപ്പോൾ ഹാവൽസ് എല്ലാത്തിനേക്കാൾ കുറവ് 54 decibels നോയ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഓർബിറ്റ് 67 decibels പ്രൊഡ്യൂസ് ചെയ്തു. ഓറിയന്റ് ആൻഡ് ക്രോംപ്ടൺ ആണെങ്കിൽ 68 to 70 decibels നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഹാവൽസ് കൂടുതൽ സൗണ്ട് പ്രൊഡ്യൂസ് ആവാതെ റൺ ആവുക. നെക്സ്റ്റ് ഇതെല്ലാം ഓൺ ചെയ്തപ്പോൾ ബോഡി എത്ര ഹീറ്റ് ആവുമെന്ന് നോക്കാം. ഓർബിറ്റ് 32 degrees ആണെങ്കിൽ ഓറിയന്റ്, ക്രോംപ്ടൺ, ബജാജ് 34 to 35 degrees കാണിക്കുക. പക്ഷെ ഹാവൽസ് മാത്രം അറൌണ്ട് 37 degrees കാണിക്കുക. സോ ഈ ടെസ്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് അബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ആണ് ഓർബിറ്റ്. ഇത് എല്ലാ ടെസ്റ്റിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇതിന്റെ ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി, പെർഫോമൻസ് എല്ലാം കൊള്ളാന്ന് പറയാം. സോ നിങ്ങൾ അണ്ടർ 2000 നോക്കുവാണെങ്കിൽ ഇത് ബെസ്റ്റ് ചോയ്സ് ആണെന്ന് പറയാം. ആൻഡ് ഞങ്ങളുടെ സെക്കൻഡ് റെക്കമെൻഡേഷൻ ആണ് ഹാവൽസ്. ഇതും എല്ലാ ടെസ്റ്റിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി, ഫീച്ചേഴ്സ്, നോംസ് എല്ലാം ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഇതിന്റെ പ്രൈസ് അറൌണ്ട് 3500 ആണ്. സോ കോസ്റ്റ് കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ ക്വാളിറ്റിയിൽ വേണമെങ്കിൽ ഇത് ബെസ്റ്റ് ചോയ്സ് ആണെന്ന് പറയാം. ഈ പ്രൊഡക്ട്സ് എല്ലാം ആരും സ്പോൺസർ ചെയ്തതല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് മേടിച്ച് റിവ്യൂ ചെയ്തതാ. ഇതിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എങ്ങനെ തോന്നിയെന്ന് കമന്റ് ചെയ്യുക. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.